ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25 തിങ്കളാഴ്ചയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നിർണായകമായ ഒരു കരാറിലേക്കുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ തത്വത്തിൽ ധാരണയാകുന്നുണ്ട്. ഉയർന്ന അളവിലുള്ള യുറാനിയം നീക്കം ഇറാൻ തയ്യാറാകുമെന്നാണ് സൂചന. ഏതായാലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഏകദേശം 5% ഇടിവിലാണ് ഇന്ന് രാവിലെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രസ്താവന കൂടി വരുന്നത് ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അന്തിമ കരാർ ഒപ്പുവെക്കുന്നത് വരെ തുടരും എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $98 പെർ ബാരൽ എന്ന നിലയിൽ 5% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ മാർക്കറ്റുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ജപ്പാൻ മാർക്കറ്റ് നിക്കി 3% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,976 1.2% നേട്ടത്തിലാണ്. 285 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 250-ലേറെ പോയിന്റ്സിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. ഇനി മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ US യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് എല്ലാം ഇപ്പോൾ നേട്ടത്തിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.5% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഏതായാലും ഔദ്യോഗികമായി ഒരു കരാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലോബൽ മാർക്കറ്റുകൾക്കെല്ലാം വലിയ പിന്തുണയായിരിക്കും, വലിയ ശക്തിയായിരിക്കും നൽകുക. ഇപ്പോൾ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റുകളിൽ കാണുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മറ്റ് അസറ്റ് ക്ലാസ്സുകളിലും കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഗോൾഡ് 1% നേട്ടത്തിലും സിൽവർ 3% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം വലിയ ഊർജ്ജം ലഭിച്ചിട്ടുള്ളത് ഹോർമസ് കടലിടുക്ക് തുറക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഇതുകൂടാതെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 1.5% മുകളിൽ നേട്ടത്തിൽ $77,000 ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു തിങ്കളാഴ്ച എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും കൂടാതെ എല്ലാ അസറ്റ് ക്ലാസ്സുകളും എല്ലാം നല്ല ഗ്രീനിൽ കാണുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോ അതുപോലെ ഗ്രീനിലേക്ക് വരട്ടെ എന്നും ആശംസിക്കുന്നു. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ ഡീസൽ വിലകൾ വീണ്ടും വർദ്ധിക്കുന്നു. $2.61 മുതൽ $2.71 വരെ ആയിരിക്കും വർധനമുണ്ടായിരിക്കുക. പെട്രോൾ ഡീസൽ വിലകൾ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ തവണയാണ് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മാത്രം വർദ്ധിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ആഴ്ച ഓഹരി വിപണികൾ ഇന്ത്യൻ വിപണി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഓയിൽ പ്രൈസുകൾ $100-105 മുകളിലൊക്കെ ആയിരുന്ന സമയത്തുകൂടി നമ്മുടെ ഇന്ത്യൻ വിപണി കഴിഞ്ഞ ആഴ്ച പോസിറ്റീവ് ക്ലോസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ബാങ്കിങ്, FMCG, IT തുടങ്ങിയവയാണ് ഒരു നല്ല മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുമുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ന് US മാർക്കറ്റുകളും UK മാർക്കറ്റുകളും ക്ലോസ്ഡ് ആയിരിക്കും. ഇന്ന് അവിടെ ഹോളിഡേ ആണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം NTPC എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 34.4% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10,615 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ പക്ഷേ 0.3% ഇടിവാണ് വന്നിരിക്കുന്നത്. 49,687.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 50.9% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2,597 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.4% വർധനമാണ് വന്നിരിക്കുന്നത്. 78,133 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയർ റവന്യൂ രേഖപ്പെടുത്തിയത്. അടുത്ത് ഐഷർ മോട്ടോഴ്സ് ആണ്. പ്രോഫിറ്റിൽ 11.6% വർധന വന്നിരിക്കുന്നു. 1,520 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16% വർധനവ് വന്നിരിക്കുന്നു. 6,080.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ടൊറൻറ്റ് ഫാർമയാണ്. പ്രോഫിറ്റിൽ 21.9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 389 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 41.8% വർധനവ് വന്നു. 4,197 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് കോൾഗേറ്റ് പാമോലീവ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 0.5% ഇടിവ് വന്നു. 353.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇയർ ഓൺ ഇയറിൽ 355 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ പക്ഷേ 9.1% വർധനവ് വന്നു. മറ്റൊരു കമ്പനി ഡിവിസ് ലബോറട്ടറീസ് എന്ന കമ്പനിയാണ്.
പ്രോഫിറ്റിൽ 13.4% വർധനവ് വന്നപ്പോൾ 751 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 9.5% വർധനവ് വന്നു. 2831 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അമർ രാജ എനർജി ആൻഡ് മൊബിലിറ്റി, ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എൻറ്റീറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്, കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ്, NBCC ഇന്ത്യ, പേസ് ഡിജിടെക്, പൈൻ ലാബ്സ്, ഹിറ്റാച്ചി എനർജി, റെയിൽ വികാസ് നിഗം, സുസ്ലോൺ എനർജി, ട്രാക്സൺ ടെക്നോളജീസ്, TVS സപ്ലൈ ചെയിൻ, യാത്ര ഹോട്ടൽ ആൻഡ് ട്രൂമ കെയർ സർവീസസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് കെയിൻ ടെക്നോളജി ഇന്ത്യ, സെയിൽ തുടങ്ങിയ കമ്പനികളാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 4440 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 6004 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നിവിടെ നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇന്നിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.